നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാര പ്രകടനമാണെന്നും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണെന്നും രാജ്യത്തെ തൊഴിലില്ലാത്ത അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന യുവജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുമൊക്കെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ പോലെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ചാടിയിറങ്ങാനുള്ളത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇത്തവണ ശശി തരൂരിനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതായത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് രാജ്യത്തുണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു അടയാളമാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ശരിയല്ല, അതിനെ അടിച്ചമർത്താൻ പാടില്ല എന്നൊക്കെയുള്ള അഭിപ്രായവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുമുണ്ട്. എന്തായാലും ഭാരതത്തിലെ പൊതുജനങ്ങൾ സംശയത്തിൻ്റെ ഒരു കണ്ണുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള മുന്നേറ്റങ്ങളെ കാണുന്നത്. കാരണം നേരത്തെയും ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ കള്ളനാണയങ്ങൾ പുറത്തു വരികയും അത് പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ എന്ത് എന്ന ജനം ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു ദേശീയ പത്രമാണ്, ദേശീയ മാധ്യമമാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതായത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും നേരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നത് എന്നാണ് ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സമയം കളയാതെ ശക്തമായ നടപടികൾ തന്നെ ഇതിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും ഇങ്ങനെയുള്ള അപകടകരമായ കണ്ടന്റുകൾ രാജ്യത്ത് പ്രചരിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിച്ചത്. തുടർന്നുമുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനിൻ്റെ മറവിൽ ഏതെങ്കിലും സംഘം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ കടന്നേക്കും. അതായത് ഈ അഭിജിത്ത് ദീപ്കെ എന്നറിയപ്പെടുന്ന ഈ പറയുന്ന 30-കാരൻ, അയാൾക്കെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ മെയ് 15-ാം തീയതി ഒരു കേസിൻ്റെ വാദം കേട്ടുകൊണ്ടിരിക്കെ രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പരാമർശമാണ്. അദ്ദേഹം പറഞ്ഞത് രാജ്യത്ത് ഈ വ്യാജ ബിരുദധാരികളായ സോഷ്യൽ മീഡിയയിൽ വലിയ അക്രമം കാട്ടുന്ന അവസരവാദികളായ ചില ആക്ടിവിസ്റ്റുകൾ രാജ്യത്തുണ്ട്. ഇവർ നമ്മുടെ സംവിധാനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, നമ്മുടെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനുള്ള ചില ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ചില ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്കെതിരെ ജാഗ്രത കാട്ടണമെന്ന് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വന്ന ഒരു കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ ഇക്കോസിസ്റ്റം ഉണ്ടാക്കുന്നവരെല്ലാം സമൂഹത്തിൽ ഇത്തിൽ കണ്ണികളെ പോലെ പ്രവർത്തിക്കുന്നവരാണ്, പാറ്റകളെ പോലെ ഇങ്ങനെ നാശം വിതയ്ക്കുന്ന ആളുകളാണ് ഇവർ എന്നാണ് പറഞ്ഞു വെച്ചത്. ഇവർക്ക് യാതൊരു ജോലിയും തൊഴിലുമില്ലാത്ത യുവാക്കളാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ പറയുന്ന ഹർജിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് സുപ്രീം കോടതിയിൽ വാദത്തിലിരുന്ന ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ രാജ്യത്തെ മുഴുവൻ യുവതി യുവാക്കളെക്കുറിച്ചൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനെ രാജ്യത്തിൻ്റെ ജെൻസിക്കെതിരായിട്ടുള്ള ആരോപണമാണെന്നും രാജ്യത്തിൻ്റെ ജെൻസി തൊഴിലില്ലാത്തവരാണെന്നും അവർ പാറ്റയെ പോലെയാണ് എന്നുമൊക്കെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് തുടർന്ന് ആരംഭിച്ചത്. മെയ് 16-ാം തീയതി തന്നെ ഇങ്ങനെ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ ഒരു വാക്യം എടുത്തു വെച്ചുകൊണ്ട് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നു. ആ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഒരു ഗൂഗിൾ ഫോം പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ ഈ സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. 6 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇങ്ങനെ ഗൂഗിൾ ഫോം വഴി നിമിഷ നേരങ്ങൾ കൊണ്ട് കിട്ടിയത്. തുടർന്ന് ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു ക്യാമ്പയിന് വേഗത കൈവരുന്നു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുറക്കുന്നു, ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലെല്ലാം അക്കൗണ്ട് വരുന്നു, അതിന് വെബ്സൈറ്റ് പോലും ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ ഒരു പ്രചരണത്തിന് രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്കെതിരെ, രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരെ, രാജ്യത്തെ മറ്റു പല സ്ഥാപനങ്ങൾക്കുമെതിരെ ഒരു വലിയ കലാപം നടത്താൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ നീക്കം നടക്കുന്നു, ഒരു വലിയ പ്രചരണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം ആളുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്നു. അങ്ങനെ ഇവരുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജിൽ 13 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നു,
ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. 8.7 മില്യൺ ഫോളോവേഴ്സ് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളതെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് പിന്നീട് ആരംഭിക്കുന്നത്. അതായത് രാജ്യത്ത് ഗവൺമെൻറ് ഭരിക്കുന്നത് ഈ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇല്ലാതെയാണ്, മോദി സർക്കാരിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള പ്രചരണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉടനടി ഇടപെടുകയും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ അവസാനിപ്പിക്കാനുള്ള നടപടി അത് സംസ്ഥാനത്തെ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അനുസരിച്ച്, അതായത് 69A പ്രകാരം ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും ഇതൊരു ബംഗ്ലാദേശ് മോഡൽ അല്ലെങ്കിൽ നേപ്പാൾ മോഡൽ ജെൻസി കലാപം ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് വ്യക്തമാണ്. ഈ പറയുന്ന അഭിഷേക് ദീപ്കെ എന്ന് പറയുന്ന യുവാവ്, 30കാരനായ ഈ യുവാവ് പൂനെയിൽ ജേർണലിസം വിദ്യാർത്ഥിയായിരുന്ന യുവാവാണ്. ഇപ്പോൾ അമേരിക്കയിൽ പോയി ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിദേശ ബന്ധം അയാൾക്കുണ്ട്. മാത്രമല്ല ഇയാൾ നേരത്തെ 2020 കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തിയ വ്യക്തിയാണ്. ആ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിൽ ആം ആദ്മി പാർട്ടിക്ക് ദില്ലിയിൽ വലിയ വിജയമുണ്ടാകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതായത് സോഷ്യൽ മീഡിയ എക്സ്പേർട്ടാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ വളരെ വേഗത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന് അതിൻ്റെ സാങ്കേതിക വിദ്യയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ വിദേശത്ത് പോയി പഠിക്കുന്നു, അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളുമായി രംഗത്ത് വരുന്നു. ഇന്ത്യയിലെ സർക്കാരിനെതിരെ ഇപ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു. ഇത് വളരെ വ്യക്തമാണ്. ഇതെല്ലാം രാജ്യത്തിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഈ രാജ്യത്ത് ഒരുപക്ഷെ BJP ആയിരിക്കാം ഭരണകക്ഷി, BJPയോടൊപ്പം മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ആ ഭരണ മുന്നണിയിലുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷത്തും ധാരാളം പാർട്ടികളും മുന്നണികളും ഒക്കെ ഉണ്ട്. ഈ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഇവരെല്ലാം ഒന്നിച്ച് മുന്നണിയോ ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനത്തിലെങ്കിലും ഇങ്ങനെ ഒരു ക്യാമ്പയിനിങ് ആരംഭിക്കാനും ഇത്രയധികം ജനപിന്തുണ നേടാനും അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വാസ്തവം. ഇത്രയധികം ആഴത്തിൽ വേരുകളുള്ള സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാത്തത് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം, വിദേശത്ത് നിർമ്മിക്കപ്പെട്ട ടൂൾ കിറ്റ്, ഇതെല്ലാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനെ പിന്തുണയ്ക്കുക, ഇത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് എന്ന് സ്ഥാപിക്കുക, അതുമാത്രമേ ഇപ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത പ്രതിപക്ഷ പാർട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് കോൺഗ്രസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ വ്യക്തമാണ്. ഇത് രാജ്യവിരുദ്ധ നീക്കമാണെന്ന് അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന് കൃത്യമായി തന്നെ ഇതിൻ്റെ ഉറവിടങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നമുക്കറിയാം, അവിടുത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ 3/2 ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരാണ്. ആ സർക്കാരിനെതിരെ ഒരു വലിയ കലാപം ഉയർത്തിവിടാൻ സാധിച്ചു ഇത്തരത്തിലുള്ള ടൂൾ കിറ്റ് ഉപയോഗിച്ച്. ആ രാജ്യത്തെ ഈ പറയുന്ന ജെൻസി എന്നറിയപ്പെടുന്ന യുവാക്കളെയാണ് ആ പ്രക്ഷോഭത്തിന് അവർ ഉപയോഗിച്ചത്. നേപ്പാളിൽ നമുക്കറിയാം അത്തരത്തിലുള്ള അതേ സ്റ്റൈലിലുള്ള പ്രക്ഷോഭമാണ് നടന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ അവിടുത്തെ മന്ത്രിസഭ നിലംപൊത്തുന്നു. അതേ രീതിയിൽ ഇന്ത്യയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക, ഇതെല്ലാമാണ് ഈ പ്രക്ഷോഭങ്ങളുടെയും ഉദ്ദേശമെന്ന് ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തമാണ്. അതുകൊണ്ടാണ് ലഡാക്കിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അതേ മാതൃകയിൽ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നേപ്പാളിലും ഉണ്ടായ അതേ വികാരം ഉണ്ടാക്കി ഒരു ജെൻസി കലാപം ഉണ്ടാക്കുക എന്ന പരിശ്രമം ലഡാക്കിൽ നടന്നിട്ടുണ്ട്. ലഡാക്കിൽ 2025 സെപ്റ്റംബറിൽ നമ്മൾ കണ്ടതാണ്. അവിടെ വാങ്ചുക്കിനെ പോലെയുള്ളവർ, സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരാണ് ഇന്നിപ്പോൾ ഈ അഭിജിത്ത് ദീപ്കയെ പോലെ പ്രവർത്തിച്ചത്. സോനം വാങ്ചുക്കിൻ്റെ അവസ്ഥ എന്തായി എന്ന് നമ്മൾ കണ്ടതാണ്. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു കേന്ദ്ര സർക്കാർ. പിന്നീട് ഇദ്ദേഹത്തെ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ജയിലിലടച്ചു. പിന്നീട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊന്നും നടത്തില്ലെന്നും ജനാധിപത്യപരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊള്ളാം, പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊള്ളാം എന്നുമൊക്കെ മാപ്പെഴുതി കൊടുത്ത ശേഷമാണ് വാങ്ചുക്ക് പിന്നീട് ജയിൽ മോചിതനായത്. ഒരുപക്ഷെ അഭിജിത്ത് ദീപ്കയ്ക്കും ഇതുതന്നെയായിരിക്കാം സ്ഥിതി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന ഗൂഢാലോചനകളിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അറസ്റ്റിലേക്ക് വരെ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മേശപ്പുറത്തുണ്ട്. കൃത്യമായി തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാര്, എന്തായിരുന്നു ഉദ്ദേശം, എന്താണ് ഇവർ ഇതിലൂടെ
ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇതെല്ലാം കൃത്യമായി കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം, പാറ്റയല്ല മുതലയായാലും ഈച്ചയായാലും അവർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്പേസ് ഉണ്ട്. അവർക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസവും വോട്ടും നേടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലായാൽ പോലും, സംസ്ഥാന അസംബ്ലിയിലായാൽ പോലും, കേന്ദ്ര ലോക്സഭയിലായാൽ പോലും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുഖ്യധാരയിലേക്ക് വന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ജനങ്ങളിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരികയാണ് വേണ്ടത്. നരേന്ദ്രമോദി സർക്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു സർക്കാർ ആയിക്കോട്ടെ, BJPയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമൊന്നുമല്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മാർഗങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ തീർച്ചയായും അട്ടിമറിക്കാനും അതുപോലെ തന്നെ സർക്കാരിനെ താഴെയിടാനും ഒക്കെ സാധിക്കും. ആ രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഏത് പാർട്ടിയായാലും മുതലയായാലും അവർക്ക് വോട്ട് നേടി അധികാരത്തിലെത്താം. പക്ഷേ കലാപമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുറം പൊളിയുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. ഈ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത്.